നമ്മൾ വന്നപ്പോൾ കച്ചവടം വന്നേ സാധനമൊക്കെ കൊടുക്കുമ്പോൾ തൊപ്പിയൊക്കെ കൊടുക്കും. കച്ചവടം കഴിഞ്ഞോ? എന്നാൽ മീൻ വിറ്റിട്ട് ചിപ്സ് മാറ്റിക്കൊണ്ട് പോകാം. ബാലരാമപുരത്തെത്തി. ബാലരാമപുരം വഴി ഇങ്ങനെ നടന്നു വന്നപ്പോഴല്ല, വണ്ടി നിർത്തി ഒന്ന് നടന്നപ്പോൾ ഒരു മുരുക ഹോട്ട് ചിപ്സ് ഉണ്ട്. ഇവിടെ ചൂടായിട്ടൊരു ചേട്ടൻ നിന്ന് ചിപ്സൊക്കെ ഉണ്ടാക്കുന്നു. എന്നാൽ പിന്നെ ചിപ്സിൻ്റെ രുചി ഭേദങ്ങളെക്കുറിച്ച് എന്നാൽ അറിഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. സുഖമല്ലേ? നമസ്കാരം. ഞാനിങ്ങനെ ഈ യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങൾ കണ്ടിങ്ങനെ പോവാണ്. അങ്ങനെ വന്നപ്പോൾ നിങ്ങളുടെ മുരുക ചിപ്സ് ഇങ്ങനെ ചൂടായിട്ട് ചിപ്സ് ഉണ്ടാക്കുന്നത് കണ്ടു. എന്നാൽ പിന്നെ രണ്ടു പേർക്ക് സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എത്ര നാളായി തുടങ്ങിയിട്ട്? 8 കൊല്ലം. തമിഴാണ് സ്ഥലം. എവിടെയാ? നമുക്ക് കന്യാകുമാരി ജില്ലയിൽ മുപ്പന്തലാണ് നമ്മുടെ സ്ഥലം. ആ ശരി. ഇവിടെ 8 കൊല്ലമായിട്ട് ഇവിടെ തന്നെയാണോ? ഞാൻ ഒരു മാസ്റ്ററായിട്ട് ഞാൻ 12 കൊല്ലമായിട്ട് മാസ്റ്ററായിട്ട് ഞാൻ ഒരു 5 കൊല്ലമായി ഇവിടെ വന്നിട്ട്. 5 കൊല്ലമായി. അപ്പൊ ഈ സ്ഥാപനം 5 കൊല്ലം തുടങ്ങി. ഞാൻ വന്നിട്ട് 5 വർഷമായി. ഇത് തുടങ്ങിയിട്ട് മുരുക കാർഡ് തുടങ്ങി 8 വർഷമായി. മുരുക കോഴി ചിപ്സ് 8 വർഷമായിട്ട് നടക്കുന്നു. ഇവിടെ എന്തൊക്കെ ചിപ്സാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇപ്പൊ? ഇത് പല ചിപ്സാണ്. ഇത് പഴുത്ത ഏത്തപ്പഴത്തിന്റെ ചിപ്സാണ്. ചിപ്സ് ആളുകൾക്ക് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഓണക്കാലമാണ്. ഓണക്കാലം ഉപ്പേരിക്കാലമാണ്. അതെ അതെ. നമ്മൾ വിശ്വാസത്തിൽ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ പൊതുവെ എല്ലാവരും പരാതി എന്ന് പറഞ്ഞാൽ എണ്ണ നല്ല എണ്ണ ഉപയോഗിക്കുന്നില്ല. നല്ല എണ്ണയാണ് എപ്പോഴും പുതിയ എണ്ണയാണ് ഒളിച്ചടിക്കുന്നത്. കുഴപ്പമില്ല. ഈ സാധനത്തിന് ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടിയാണ്. നമ്മൾ മറ്റേ ആയില്ലേ മറ്റേ സാധനത്തിൽ അടിക്കൂല. നമ്മൾ റെഡിയായിട്ട് സാധനം ഈ ഒറിജിനൽ ആയില്ലേ അടിച്ച് തീർക്കും. ആ ഒരു വിശ്വാസത്തിലാണ് എല്ലാവരും വരുന്നത്. നമുക്കിപ്പോൾ എന്തൊക്കെ ചിപ്സ് ഉണ്ട്? വാഴക്ക ചിപ്സ്, ചക്ക ചിപ്സ് ഉണ്ട്, കപ്പ ചിപ്സ് ഉണ്ട്, സാധാ മറ്റേ ഐറ്റങ്ങളുടെ ചിപ്സുകളുണ്ട്. ഇഷ്ടംപോലെ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഇത്രയാണ്. മറ്റേ പാക്കഡ് ഐറ്റംസും വേറെ ഉണ്ട്. വേറെ വരുന്ന ചിപ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് ബാലരാമപുരത്തിനടുത്താണിത് അല്ലേ? കുറച്ചുകൂടെ പോയാൽ ബാലരാമപുരം ജംഗ്ഷനാണ്. ആളുകളൊക്കെ എപ്പോഴാണ് കൂടുതൽ ബിസിനസ് ഉണ്ടാകുന്നത്? വൈകുന്നേരമാണ്. വിശ്വാസമുള്ള ആൾക്കാരനെ ഇപ്പോൾ വന്ന് വാങ്ങുന്നത്. ഈ പ്രശ്നം എന്ന പ്രശ്നം തന്നെ കാണുന്നത് ഇപ്പോൾ വിശ്വാസമുള്ള ആൾക്കാരനെ കച്ചവടം യഥേഷ്ടം കുറവാണ്. ഇപ്പോൾ കുറവാണ്. അല്ല ഇതിപ്പോൾ ഓണം ആകുമ്പോഴത്തേക്ക് കൂട്ടിക്കൊള്ളല്ലോ. ഓണമാണല്ലോ. അങ്ങനെ അങ്ങനെ സഹിച്ച് നമ്മളെ സഹിച്ചല്ലോ. ഇത്ര വർഷം കട്ടി കാത്ത നന്മയെല്ലാത്തിനും പോയി. 5 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യാൻ 5 വർഷത്തേക്കുള്ള നഷ്ടം എനിക്ക് ഉള്ള എത്ര മക്കൾ എന്നെ വിശ്വാസമായിട്ട് വാങ്ങിച്ചു അത്ര നമ്പിക്ക അത്രയും ചതിച്ച് തീർത്തല്ലോ. നഷ്ടപരിയും മറ്റേ ഇട്ട ആയിലിൻ്റെ പേര് ഇട്ട് ഫോട്ടോ ഇട്ട ആള്. നമ്മൾ ഇതിനാളും അങ്ങനെ ഒരു നാളും ചെയ്തിട്ടില്ല. നമ്മൾ എൻ്റെ തൊഴിൽ സത്യമായിട്ട് ഞാൻ നല്ല രീതിക്കാണ് ആൾക്കാർ സാമാനം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൾക്കാർ ഇഷ്ടംപോലെ വന്ന് വാങ്ങിച്ചുകൊണ്ട് നേരത്തെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ മറ്റേ ആയിൽ പ്രശ്നം വന്നതുകൊണ്ട് ഒരു ആൾക്കാർ ഇവിടെ സാധനം വാങ്ങി വരണില്ല. നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇവിടെ കാണിച്ചാൽ പോരെ, ആളുകൾക്ക് മനസ്സിലാവും. ആൾക്കാർ കാണിക്കാം. വെളിച്ചെണ്ണയാണ് സാധനം അടിക്കുന്ന വെളിച്ചെണ്ണ പ്രഭാത്ത് കമ്പനിയായി. ഇത് ഒറിജിനലായി. ഇപ്പം പറയുന്നത് കണ്ട ഇവിടെ ആയിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത്. ആയിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത്. ഈ ആയിൽ തന്നെ എപ്പോഴും അടിക്കുള്ളൂ. നമ്മൾ ചില ഓരോ അടിക്കുന്ന ആയിൽ ദിവസം ആയിൽ മാറ്റിയിടും. പുതിയ ആയിൽ തന്നെ തിരിച്ച് അടിക്കുള്ളൂ. അപ്പോൾ അത് അത്ര വിശ്വാസത്തിൽ താല്പര്യമുള്ളവർ വന്ന് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആൾക്കാർ വാങ്ങിക്കും. പിന്നെ എങ്കിലും ഈ ചിപ്സ് അല്ലെങ്കിൽ ഉപ്പേരി എന്നൊക്കെ പറയുമ്പോഴത്തേ നമുക്കതൊരു സമയം പോക്കിന്റെ ഒരു കുറച്ച് നല്ല രീതിയിൽ കൊടുത്താലേ ആൾക്കാർ നല്ല രീതിയിൽ കൊടുക്കണം. പക്ഷെ പൈസ ഒരു കാര്യമാണ്. 10 രൂപ കൂടിയാലും കുഴപ്പമില്ല. നമ്മൾ സാധനം നല്ല രീതിയിൽ കൊടുത്തത്. അതെ അതെ. ഇപ്പൊ നമ്മൾ ബാലരാമപുരം കൈത്തറിയുണ്ട്. സാധനം വില കൂടുതലാണ്. പക്ഷെ നല്ലത് വേണ്ടവർ അവിടെ പോയി വാങ്ങിക്കും. ഇവിടെ എങ്ങനെ 1 കിലോ ചിപ്സ് ഒക്കെ എങ്ങനെ വില? 1 കിലോ ചിപ്സ് വന്ന് 330 രൂപ. 1 കിലോ പഴുത്തതിന്റെ അല്ലേ? സാധാ ചിപ്സ് 360 രൂപ. 20 രൂപയുടെ വ്യത്യാസമുണ്ട്. പക്ഷെ കായകൾക്ക് എണ്ണയ്ക്ക് നല്ല
പുതിയ എണ്ണയാണ്, നല്ല ഒരു എണ്ണയാണ് വാങ്ങി ഉപയോഗിക്കുന്നത്. ഒരു ടിന്നിൻ്റെ എണ്ണ വില 2600 ഇത് വില ഉണ്ട്. ഒരു ടിന്നിൻ്റെ എണ്ണ. പേരെന്തായിരുന്നു? എൻ്റെ പേര് കുമാർ. കുമാർ. കുമാർ വന്ന സ്ഥലം കന്യാകുമാരി മുപ്പന്തൽ സ്വദേശിയായ കുമാർ ബാലാമരത്ത് കഴിഞ്ഞ 8 വർഷമായിട്ട് 5 വർഷമായിട്ട് കുമാർ ഇവിടെ ഉണ്ട് അല്ലേ? കറക്റ്റ് 5 വർഷമായിട്ടുണ്ട്. ഈ മുരുക ചിപ്സ്, ഹോട്ട് ചിപ്സ്, മുരുക ഹോട്ട് ചിപ്സ്. അപ്പോൾ അദ്ദേഹം ആണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അത് ചെയ്യുന്ന. മാസ്റ്ററും ആണ്, മലയാളിയാണ്, എല്ലാം ഉണ്ടല്ലേ? മുതലാളി വേറെയാണ്. നമ്മൾ മാസ്റ്ററാണ്, പണികളെല്ലാം ചെയ്ത് കൊടുക്കുന്നു. ആളുകൾ വിശ്വാസമുള്ളവർ വന്ന് വാങ്ങിക്കുന്നു. എന്തായാലും ഓണക്കാലമാണ്, ചിപ്സിന് ആവശ്യമുള്ളവരുണ്ട്. ഇതാണ് ചൂട് ചിപ്സ് റെഡിയായി വരുന്നു. ഒരു ദിവസം എത്ര കിലോ ചിപ്സ് ഉണ്ടാക്കും? നേരത്തെ 6 കിലോ 7 കിലോ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അത്ര ഇല്ല. ഒരു 1000 രൂപ 1500 രൂപ വ്യാപാരം നടക്കൊക്കെ മുക്കി പോകും. ശമ്പളം തരണം, ഒന്നും നടക്കില്ല. ഇപ്പം ഇതൊന്നും നടക്കുന്നില്ല. എന്താ ആൾക്കും ചിപ്സ് വേണ്ടാത്തത്? നമുക്ക് അതിനൊരു സംവിധാനം ഉണ്ടാക്കണമല്ലോ. ഉണ്ടാക്കാൻ റെഡിയാ. ആൾക്കാർ വാങ്ങിച്ചാലേ നമ്മൾ റെഡിയാക്കാൻ പറ്റുള്ളൂ. ഇനി മറ്റേ ഇത് തീർന്നോ? ഇന്നത്തെ തീർന്നോ? ആഴ്ച ചൂട് മാറിക്കഴിഞ്ഞാലേ അടുത്ത് അടിക്കുള്ളൂ. ഇപ്പം ഓഫാക്കി. ശരി. അപ്പോൾ ഇവിടെ ചിപ്സ് മാത്രമല്ല, ബാക്കിയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്, പെരുവുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എങ്കിലും ചൂട് ചിപ്സിനോടാണ് നമുക്ക് എല്ലാവർക്കും പ്രിയം. അങ്ങനെ കുമാറിൻ്റെ ഹോട്ട് ചിപ്സ് ഒന്നും രുചിച്ചു നോക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ഓണമായിട്ട് നമ്മൾ ചിപ്സ് കഴിച്ചില്ലെന്നുണ്ട്. സുഖല്ലേ? ഇവിടെ അടുത്താണോ? ഇവിടെ ചിപ്സ് വാങ്ങിച്ച് കഴിക്കാറുണ്ടോ? എന്നാ ഒരെണ്ണം എടുത്തോ. വന്ന് വാങ്ങിക്കുന്ന ഓട്ടോ ഓടിക്കുന്നോ? ബാലരാമരത്തിലാണോ? ഇവിടെ ഈ ബാലരാമരം എന്ന പേര് വന്നത് എങ്ങനെയാണെന്നറിയാ? മില്ലും അതൊക്കെ ഓട്ടെ. അത് ബാലരാമരം ഉണ്ടായതിനു ശേഷമാണ് കൈത്തറി മില്ലൊക്കെ വന്നത്. ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ഇവിടെ ബാലരാമരം ഇവിടെ ഒരു ഏരിയയാക്കി മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഇത് നമ്മുടെ ഒരു വീഡിയോ അതുപോലെ അടുത്ത് വരും. ഇത് നമ്മുടെ ഇതിപ്പോഴേ ബെല്ല് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതിപ്പോൾ ഞാൻ മുൻഷി രഞ്ജിതെന്ന് ഞാനിവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതൊക്കെ വരും. ഇപ്പോൾ ഇൻ കേസ് എപ്പോഴെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ ഓണക്കാലത്ത് ചൂട് ചിപ്സിനോടാണല്ലോ നമുക്കെല്ലാം പ്രിയം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ സ്ഥാപനത്തിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയും പാമോയിലൊന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓണക്കാലത്ത് നമുക്ക് എന്തെങ്കിലും ചിപ്സൊക്കെ വാങ്ങിക്കാൻ ബാലരാമപുരം നിവാസികളുണ്ടെങ്കിൽ മുരുക ഹോട്ട് ചിപ്സിൽ വരാം. കുമാർ ഇവിടെ ഗംഭീരമായിട്ടൊന്ന് റെഡിയാക്കി തരും. വേണമെങ്കിൽ എന്തെങ്കിലും ഒരു രണ്ടെണ്ണം കുറയ്ക്കാനും തരും. നമ്മൾ ഈ യാത്ര കഴിച്ച് പോകല്ലേ, നമുക്ക് വൈകുന്നേരം ചായയുടെ സമയമല്ല. ഞങ്ങൾ നടന്ന അടുത്ത സ്ഥലത്തേക്ക് പോകണം. നമുക്ക് നാളെ